അങ്ങനെ എന്റെ ഉറക്കില്ലാത്ത പണി ഇവിടെ സ്റ്റാർട്ട് വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 2 ഓഫ് പണി. അങ്ങനെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പാണത്തൊരു പണിക്കൊണ്ടാണുള്ളത്. ഇന്നത്തെ സെറ്റപ്പ് വെച്ചാൽ ഫുൾ കൗണ്ടർ സെറ്റ് ആക്കണം, ബാക്കി പരിപാടികളും നോക്കാം. അങ്ങനെ സൈഡിൽ സാധനമൊക്കെ കീച്ച് തുടങ്ങുമ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മണിക്ക് അടുത്തായിട്ടുണ്ട്. നേരെ ചോറൊക്കെ നമ്മൾ താഴേക്ക് വണ്ടി തൊട്ട് കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫുഡ് ഇട്ട് വാങ്ങാൻ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ട് അങ്ങനെ അവിടെ പോയിട്ട് നല്ല മീലടിച്ച് നല്ല മീൻ പൊരിച്ചും ചോറും മീൻകറിയിലൂടെ അടിപൊളി സാധനം. അങ്ങനെ താഴ്ന്ന മുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സൈറ്റിന്റെ ഷീറ്റ് അങ്ങ് മാറിപ്പോയി, നല്ലൊരു കാറ്റടിച്ചാണ്. ഇത് വെച്ചാൽ പാണത്തൊരു ഉറൂസ് ഉണ്ട്, അതിന്റെ ലാസ്റ്റ് ഡേ ആയി. അവിടെ ഒരുപാട് സ്റ്റാൾ ഉണ്ട്, അതിലൊരു സ്റ്റാളാണ് നമ്മളത്. അപ്പത്തെ ഗ്രൗണ്ടിൽ പുള്ളറിനെ കളിക്കുന്നത്. പുള്ളറിന്റെ ഒരു ഭാഗ്യം ഞാനത് പണിയെടുത്തു. രാത്രി ആകുമ്പോഴത്തെ കുറച്ച് അരിയാനും പിടിക്കാനും മുറിക്കാനും തറിക്കാനും ഉണ്ട്. ആ പണിയും വിശാലം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഗ്യാസ് എടുക്കാൻ പോകാൻ ചെറിയ പണി. അപ്പൊ വണ്ടി എടുത്ത് ഗ്യാസ് എടുക്കാൻ പോവാണ്. അങ്ങനെ ഗ്യാസ് കൊടുത്ത് നേരെ വണ്ടിക്ക് പെട്രോൾ കൊണ്ട് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ട് സ്റ്റേഷനിൽ വണ്ടി പെട്രോൾ അടിച്ച് സാധനം വാങ്ങാനാണെങ്കിൽ സാധനവും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ സൈറ്റിലേക്ക് തന്നെ പോവാണ്. അപ്പൊ ഇന്ന് വിശാലിന്റെ പണി വെച്ചാൽ ലോഡർ ലേസ് ഉണ്ടാക്കാനാണ് എന്റെ പണി. ഗോബി മഞ്ചൂരി, കോളിഫ്ലവർ, ബജ്ജികളാണ് എന്റെ പരിപാടി. റാസി ആണെങ്കിലോ ഓനി വന്നുള്ള പാനിപ്പൂരിന്റെ പണിയാണ്. അങ്ങനെ നമ്മളെ മൂന്നാളെ കൊണ്ടാവുന്ന മാക്സിമം കച്ചവടം അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പണി കഴിഞ്ഞു, സമയം 2 മണി. അങ്ങനെ 2-2:30 ആകുമ്പോഴത്തേക്ക് പണിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നല്ല നെയ്ച്ചോറാക്കി തന്നിട്ടുണ്ടായിരുന്നു ബഷീർച്ച. അങ്ങനെ റാസിക്ക് വേഗം പോകാനുണ്ട്, നോ ഫുഡ് കഴിച്ചിട്ട് ഞാനും വിശാലും കൂടെ വയ്യ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആടത് രാത്രി നല്ല നെയ്ച്ചോറ് ചിക്കൻ കറി അടിച്ചിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് മടങ്ങി. ഒരു 4-5 മണിയാകുമ്പോൾ ആകെ പെരക്കെത്തി. അപ്പൊ ശരി.